പ്രിയമുള്ള കൂടപ്പിറപ്പുകളെ, ഞാൻ അങ്ങനെ സംബോധന ചെയ്തത് ഇവിടെ നിൽക്കുന്ന വൃക്ക രോഗികൾക്ക് ഇന്നും താങ്ങും തണലുമായി നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ. അതുകൊണ്ടാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് കിഡ്നി രോഗി പരിചരണം കൂട്ടായ്മയുടെ കവിതാ സമരവും പ്രതിഷേധ സായാഹ്ന ധർണയുമാണ്. ഇത് മാനന്തവാടി ഡയാലിസിസ് ചെയ്യുന്ന രോഗികളാണ്. അവരെ കൂടെ നിൽക്കുന്നവരും പരിചാരകരുമാണ് ഇവിടെയുള്ളത്. അതിന്റെ ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് പറയും. ഇന്ന് ഈ സായാഹ്ന സമരത്തിനുള്ള സമയം ഒരുപാട് വൈകി. ഇത് ഈ എഴുത്തുകാരും സന്നദ്ധ പ്രവർത്തകരും രോഗികളും പരിചാരകരും ചേർന്ന് നടക്കുന്ന സംഘടനയാണ്. അപ്പം ഇന്ന് ഇവിടെ ഈ സംഘടന നിറഞ്ഞ മനസ്സോടെ ഉദ്ഘാടനത്തിലെത്തിയ ശ്രീ ജിത്തു തമ്പുരാൻ, വയനാടിന്റെ പ്രശസ്തനായ കവി ജിത്തു തമ്പുരാനെ ഈ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി സ്നേഹാദരപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുന്നു. നമ്മുടെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട നമ്മുടെ ജിത്തു തമ്പുരാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രതിവേട്ടൻ, അനിൽമാഷ്, യദു, ഭാസ്കരൻ, വേദിയിലുള്ള വിശിഷ്ടരെ, പ്രമുഖരെ, പ്രിയപ്പെട്ടവരെ, ഒരു കലാകാരൻ തൻ്റെ പേരിനെ സ്വന്തം ജില്ലയുടെ പേരിനോട് ചേർത്ത് വെക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. പ്രദീപും അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടെ സ്വന്തം പേരിനെ സ്വന്തം ജില്ലയുടെ കൂടെ ചേർത്ത് വെച്ച ഒരാളാണ്. അദ്ദേഹം ആ സമയത്ത് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ടാവും. ഞാൻ അറിയപ്പെടുമ്പോൾ എൻ്റെ ജില്ല ലോകമെമ്പാടും അറിയപ്പെടണം, എൻ്റെ നന്മ ഈ ജില്ലയ്ക്ക് മുഴുവൻ കിട്ടണം. ആ ഒരു രീതിയിലാണ് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പം ഏതു വിധത്തിലാണ് കാര്യം പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ സന്തോഷമല്ല തോന്നുന്നത്. പൊതുവെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഒരാൾ വിളിക്കുക എന്ന് പറയുമ്പോൾ സന്തോഷമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ സന്തോഷമല്ല ഉണ്ടാകുന്നത്. കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സമരം ആണ് നടക്കുന്നത്. കവിതയെ സമരായുധമാക്കിക്കൊണ്ട് ആരോടും യുദ്ധത്തിനില്ല, പ്രത്യക്ഷ യുദ്ധത്തിനില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വ്യവസ്ഥിതികളോട് മാത്രമാണ് എനിക്ക് പടപൊരുതാനുള്ളത്. ജീവനം
അനുവദിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളൊരു മുദ്രാവാക്യം ഈ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് പ്രദീപും സംഘവും ഇവിടെ കവിതയെ ആയുധമാക്കിക്കൊണ്ട് വരികയാണ്. ഈ ഒരു സമരത്തിന് ഇവർ ഇറങ്ങി പുറപ്പെട്ടത് എന്തിനാണ് എന്ന് അവർ തന്നെ പറയുന്നതാണ് ശരി എന്നെനിക്ക് തോന്നുന്നു. കുറച്ച് കവിതകൾ ആലപിക്കും, അതിനിടയിൽ അവർ തന്നെ നിങ്ങളോട് പറയും അവരുടെ പ്രശ്നം എന്താണെന്ന്. ഇതൊരു പൊതുവെയുള്ള രാഷ്ട്രീയ പ്രഹസനമായിട്ട്, ഒരു വെല്ലുവിളിയായിട്ടോ ഒരു പോരാട്ടമായിട്ടോ ഒന്നും പ്രിയപ്പെട്ട മാനന്തവാടി സ്വദേശികൾ, ഈ ശബ്ദപരിധിയുള്ളവർ കാണരുത്. മൈക്കിന് ഒച്ച കൂടിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവരെ ശപിക്കരുത്, ഇവരോട് ദേഷ്യപ്പെടരുത്. മനസ്സുകൊണ്ട് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള അധികൃതരോട് നിങ്ങളൊന്ന് പറയുക, ഇവരുടെ പ്രശ്നങ്ങൾ അതൊന്ന് പരിഹരിച്ചു കൊടുക്കുക. അതൊരു ചെറിയ ഒപ്പുകൊണ്ട് തീരാവുന്ന കാര്യമായിരിക്കും. അല്ലെങ്കിൽ മേൽത്തട്ടിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ചെറിയൊരു ഉത്തരവ് കൊണ്ട് മാറാവുന്ന പ്രശ്നമായിരിക്കും എന്ന കാര്യത്തിന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുകൂടാതെ ഇവരുടെ ഈ സങ്കടങ്ങൾ അതൊരു രോഗത്തിൻ്റെതാണ്. രോഗമൊക്കെ ഭേദമായിട്ട് ചുണക്കുട്ടികളായിട്ട് ഈ രോഗികളായിട്ടുള്ളവർക്ക്, അവർക്കെല്ലാവർക്കും ഈ നാടിനു വേണ്ടി കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഇറങ്ങാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രദീപിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സർവേശ്വരൻ കരുത്തും ഊർജവും പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. ഏവർക്കും കാവ്യാഭിവാദ്യങ്ങൾ.